ഹേ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഈറ്റിംഗ് ഫ്രം റെസ്റ്റോറൻറ്റ്സ് ഫോർ 24 hours ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊന്നും കഴിക്കാതെയാണ് കേട്ടോ, ഒരു ചായ പോലും കുടിക്കാതെ ആണ് പുറത്ത് പോയത്. അപ്പോൾ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, കുളിച്ച് മാറ്റി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത് വസന്ത് വിഹാർ, അതൊരു വെജ് റെസ്റ്റോറൻ്റ് കേട്ടോ, അവിടെയാണ് പോയത്. അപ്പോൾ 10 മണി ആയതുകൊണ്ട് അവിടെ വലിയ റഷ് ഒന്നും ഉണ്ടായിട്ടില്ല. പൊതുവേ നമ്മുടെ വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ റഷ് ഉണ്ടാവുക രാവിലെ ഒരു 8-8:30 മണി ആ സമയത്തൊക്കെ ആണ്. തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, നല്ല റിലാക്സ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി. ദയ എവിടെ പോയാലും പറയൽ ഉഴുന്നുവടയാണ്, അവൻ്റെ ഫേവറേറ്റ് അതാണ്. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ എനിക്ക് ബൺസ് മതി എന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ചായയും പറഞ്ഞു കേട്ടോ, ഒരു പ്ലേറ്റ് ബൺസ് ഒരു ചായ ആണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഈ ബൺസിൽ നിന്ന് തന്നെയാണ് ദാനവും കഴിച്ചത്. പിന്നെ ദാനി മസാല ദോശ പറഞ്ഞു. നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു. ഇവർ 3 സ്ലൈസിന്റെ ബോട്ടിലും കൂടെ എടുത്തിരുന്നു. അപ്പോൾ ടോട്ടല് ഭക്ഷണത്തിന് ബില്ലായത് 134, സ്ലൈസിനും കൂടെ 194 അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ബില്ലായത്. അങ്ങനെ കുറച്ച് കിച്ചണിലേക്കുള്ള ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങനെ അതും പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ സ്കൂളിലോട്ടേക്കാണ്. ബുക്സും യൂണിഫോംസും വാങ്ങലാണ് പിന്നെ നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ തന്നെ 2:15 ആയി. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ബുക്സും യൂണിഫോംസും ഒക്കെ അങ്ങനെ ടോക്കൺ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ 100 ആയിരുന്നു ഞങ്ങളുടെ കേട്ടോ. അപ്പോൾ 83 ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ എനിക്ക് 100 കിട്ടിയപ്പോൾ 83 ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ പോസ്റ്റ് ആവുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇന്ന് ഒരു പ്രശ്നമില്ല, എന്താ വെച്ചാൽ എക്സൈറ്റ്മെൻ്റ് ആണ് ബുക്സും യൂണിഫോംസും ഒക്കെ വാങ്ങാനുണ്ടായതുകൊണ്ട് മിണ്ടാതിരുന്നു. അങ്ങനെ പിന്നെ ദാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വീട്. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ റോയൽ ഡൈൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോഴത്തേക്ക് മണി 5 o'clock ആയി. പിന്നെ നമ്മൾ അന്ന് ഓർഡർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ്, 3 ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ സ്റ്റാർട്ടേഴ്സോ സൈഡ് ഡിഷോ ഒന്നും പറഞ്ഞിട്ടില്ല. 4 ചിക്കൻ ബിരിയാണി, സാലഡ്, അച്ചാർ അതന്നെയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ 2 കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞോട്ടിട്ടായില്ലേ. ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചത്, അതുകൊണ്ടായിരിക്കും. ഇതിൽ 1 ഞാൻ പാർസൽ ചെയ്തെടുത്തു. പിന്നെ എന്തെന്ന് വെച്ചാൽ ടോട്ടൽ ബില്ലായത് 810 ആണ് കേട്ടോ. അതിൽ 4 ഷവർമ റോളും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ദം ബിരിയാണി ആയതുകൊണ്ട് ചിക്കൻ്റെ പീസസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർ നമുക്ക് ഒരു എക്സ്ട്രാ ചിക്കൻ പീസസും കൂടെ തന്നു. അങ്ങനെ നമ്മളത് പാർസലും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ടേക്കാണ് പോയത്. അങ്ങനെ ഒരു 6:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തുകയും ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ വലിയൊരു കാറ്റും വന്നു, മഴയും വന്നു, എല്ലാം അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ മഴയായിരുന്നു കേട്ടോ. ആദ്യത്തെ മഴ എന്ന് പറഞ്ഞാൽ ഡേ ടൈമിലുള്ള ആദ്യത്തെ മഴയായിരുന്നു. അൽഹംദുലില്ലാ ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ടേക്ക് എത്തി. പിന്നെ നമ്മൾ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ നമ്മളൊരു ഷവർമ റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അതും കഴിച്ചു. അത് എന്തെന്ന് വെച്ചാൽ അതിലുള്ള മയോണൈസിന്റെ ഓയിലും അതൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തതാണ്. അപ്പം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടില്ലേ, ഒരു 9:30 മണിയാകുമ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ആ സമയത്ത് പുറത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കൻ എൻ്റെ കോംബോ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം 24 hours ഞങ്ങൾ കഴിച്ചത് ഹോട്ടൽ ഭക്ഷണം തന്നെയാണ്. അടിപൊളിയാണ്, എന്താ ഒരു സുഖം, ഒരു പണിയും ഇല്ല. അപ്പോൾ റോള് കഴിച്ചതും പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ആ പ്ലേറ്റ്സ് മാത്രമേ കഴുകാനുണ്ടായിട്ടുള്ളൂ അന്നത്തെ ദിവസം. അടിപൊളി. പിന്നെ എന്തെന്ന് വെച്ചാൽ വിശപ്പ് കൂടുതലാണ് കേട്ടോ ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോൾ. ബൈ, അസ്സലാമു അലൈക്കും.